ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന റോഡ് അപകടങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാം, ദിവസേന എത്രയെത്ര അപകടങ്ങൾ ഉണ്ടാകുന്നു. വളരെയധികം ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. ഈ അപകടങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ വലിയ വലിയ വാഹനങ്ങൾ, പ്രത്യേകിച്ച് ബസ് മുതലായ വലിയ വലിയ വാഹനങ്ങൾ നടത്തുന്ന അമിത വേഗതയും തെറ്റായ രീതിയിൽ ഡ്രൈവിംഗ് കാരണം ഉണ്ടാകുന്ന അപകടങ്ങൾ ദിവസേന യാത്ര ചെയ്യുന്ന പ്രത്യേകിച്ച് ബൈക്ക് യാത്രികർക്ക് വലിയ ആശങ്കയാണ് റോഡിലുണ്ടാക്കുന്നത്. കാരണം ദിവസേന കേൾക്കുന്ന വാർത്തകളും അത്തരത്തിലുള്ളതാണല്ലോ. നമ്മൾ പലപ്പോഴും വാർത്തകൾ കേൾക്കാറുണ്ട്. അമിത വേഗതയിൽ വന്ന് ബസ്സിടിച്ച് ഭർത്താവിനോടൊപ്പം യാത്ര ചെയ്യുന്ന സ്ത്രീ മരണപ്പെട്ടു, അല്ലെങ്കിൽ സഹോദരൻ കൊല്ലപ്പെട്ടു, മരണപ്പെട്ടു. അമിത വേഗതയിൽ വന്ന ബസ് നിയന്ത്രണം വിട്ട് റോഡിലേക്ക് നിൽക്കുകയായിരുന്ന സ്ത്രീകളുടെ മേലിടിച്ച് കയറ്റിയ വാർത്തയും നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എത്ര അപകടങ്ങൾ പലപ്പോഴും നമ്മൾ അമിത വേഗതയിൽ ബസ്സും ടിപ്പറും രണ്ടും അമിത വേഗതയിൽ വന്ന് കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായിരുന്നു. അങ്ങനത്തെ പല ന്യൂസുകളും നമ്മൾ സ്ഥിരമായി കേൾക്കുന്നതാണ്. ഇതൊക്കെ സ്ഥിരമായിട്ടുണ്ടാകുന്ന അപകടങ്ങൾ കുറച്ച് മാത്രമാണ്. ദിവസേന എത്ര നിരപരാധികളാണ് ഇത്തരം അപകടങ്ങളിൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ കേരളത്തിൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ മരണവും ആ കുടുംബത്തിനുണ്ടാക്കുന്ന ഭീകരമായ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. അത് അവർക്ക് മാത്രമേ അനുഭവിച്ചറിയുള്ളൂ. നമുക്കൊക്കെ പുറത്തു നിന്ന് കാണുമ്പോൾ അതിൻ്റെ വ്യാപ്തി ചിലപ്പോൾ അറിയണമെന്നില്ല. ഓരോ കുടുംബത്തിൻ്റെയും ഒരു ഭീകരമായ അവസ്ഥ, അവരുടെ നഷ്ടം. മക്കൾക്ക് അമ്മയില്ലാതാവുന്നു, സഹോദരനില്ലാതാവുന്നു, അച്ഛനില്ലാതാവുന്നു. ആ കുടുംബത്തിൻ്റെ അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതവരെ ജീവിതാവസാനം വരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. പക്ഷേ ഈ ദുരന്തങ്ങൾ ഇവർ അവസാനിക്കുന്നുണ്ടോ? ഇല്ല, വീണ്ടും തുറന്നുകൊണ്ടേയിരിക്കും. പലപ്പോഴും നമ്മൾ തന്നെ തലനാരയേക്കാണ് റോഡിൽ ബസ്സിന് മുമ്പിൽ പെടാതെ പലപ്പോഴും രക്ഷപ്പെട്ടു പോകുന്നത്. വളവുകളിൽ ചിലപ്പോൾ കാണാം, തെറ്റായി നമ്മുടെ നേരെ വരും, നമ്മൾ വെട്ടിച്ച് രക്ഷപ്പെടും. നമ്മുടെ ഇടദേശത്തു കൂടെ തിക്കി കയറ്റി ഓവർടേക്ക് ചെയ്യും. ചിലപ്പോഴുണ്ടാവും തുടർച്ചയായ ഹോണടിച്ച് നമ്മൾ തൊട്ട് പിന്നിൽ വന്ന് പേടിപ്പിക്കും. അത് സ്ഥിരമായിട്ടുള്ളതാണ്. തൊട്ട് പുറകിൽ വന്ന് കാലൊന്നും അവർക്ക് ബ്രേക്ക് പിടിക്കാതെ പറ്റി നമ്മളെ ഇടിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ എത്രയോ അപകടം ഉണ്ടായിട്ട് മരണവും സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. ഇടതുവശത്ത് കൂടി പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ തൊട്ട് മുന്നിൽ ഇടത്തോട്ട് വെട്ടിച്ച് നമ്മുടെ വാഹനത്തെ ബ്ലോക്ക് ചെയ്ത് നിർത്തും, എന്നിട്ട് ആളെ ഇറക്കുക. പലപ്പോഴും നമ്മൾ ഇടത്തോട്ട് വെട്ടിച്ചിട്ടോ മറ്റോ ബസ് ഇടിക്കാതെ രക്ഷപ്പെടുന്നതാണ് പതിവ്. പക്ഷെ നമ്മൾ ചോദിക്കാനുള്ളത്, ഇവർക്ക് റോഡിൽ ഇത്രയ്ക്ക് ഗുണ്ടായിസം കാണിക്കാൻ ലൈസൻസ് ആരാണ് കൊടുത്തത്? എന്തുകൊണ്ട് ഇതിനെതിരെ നടപടിയെടുക്കുന്നില്ല? നമ്മുടെയൊക്കെ പണ്ട് കാലത്തൊക്കെ ഒരു മര്യാദയുള്ള ഡ്രൈവിംഗ് ആയിരുന്നു നമ്മൾ കണ്ടിരുന്നത്. അവർ പലപ്പോഴും വലിയ വാഹനം എപ്പോഴും ഓടേണ്ട രീതിയിൽ എങ്ങനെയാണ്, അതിനനുസരിച്ചാണ് പണ്ടൊക്കെ ഡ്രൈവർമാർ ഓടിച്ചിരുന്നത്. ഒരു വലിയ വാഹനം എപ്പോഴും ഒരു ഇടത് വശം ചേർത്ത് പോകണം, അല്ലെങ്കിൽ നമ്മളൊരു വാഹനത്തിൻ്റെ ബാക്കിൽ പോകുമ്പോൾ ഓവർടേക്ക് ചെയ്യരുത്, അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യാനുള്ള ഗ്യാപ്പില്ലാതെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവരുടെ സ്വന്തം തറവാട്ട് സ്വത്ത് പോലെയാണ് റോട്ടിൽ വാഹനങ്ങൾ ഓടുന്നത്. മനുഷ്യജീവനും നിയമത്തിനും പുല്ലുവിന് നൽകിക്കൊണ്ടുള്ള ഇവരുടെ ഗുണ്ടായുസത്തെ നിലക്ക് നിർത്താൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും എന്തുകൊണ്ട് ശക്തമായ നടപടി എടുക്കുന്നില്ല? കോടതി വരെ ഇടപെട്ടിട്ടും ഇതിനൊരു ശക്തമായ നടപടി എടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഒരു ബഹുമാനപ്പെട്ട ഒരു കമ്മീഷണർ കൊച്ചിയിൽ കോടതിയോട് പറഞ്ഞത്, അവർക്കെതിരെ നടപടി എടുത്താൽ അവരെ യൂണിയൻ പ്രതികരിക്കുന്നു. എന്തൊരു അവസ്ഥയാണ്! ഒരു യൂണിയൻ പ്രതികരിക്കുന്നത് നിയമത്തെ വെല്ലുവിളിച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ കുറ്റവാളികൾക്കും ഒരു യൂണിയൻ ഉണ്ടാക്കി പ്രതികരിച്ചാൽ പോലെ അങ്ങോട്ട്. പിന്നെന്താ പറയാൻ, ഇവർ സമയ സംവിധാനത്തെക്കുറിച്ച് ഇവർക്ക് സമയമില്ല പോലും. സമയമില്ലാത്തത് സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്, നാട്ടിലിറങ്ങുന്ന ജനങ്ങളുടെ പ്രശ്നമല്ല. സമയവും റോഡിലെ മാന്യതയും രണ്ടാണ്. സമയത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളത് ഗവൺമെൻറ്റിനെ അറിയിക്കണം, അതിന് പ്രതിനിധി നടണം. അതല്ലാതെ റോഡിൽ ഇങ്ങനെ ഗുണ്ടായിസം നടത്താനുള്ള അധികാരം ആരാണ് നൽകിയത്? നാളെ നമുക്കാർക്കെങ്കിലും ഇതുപോലൊരു അവസ്ഥ വന്നാലും ആലോചിച്ച് നോക്കും. അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ നമുക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ആണ് സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കും. എത്ര ഭീകരമായൊരവസ്ഥയാണ് അല്ലേ? നമ്മൾ ഈ നാട്ടിലെ പൗരന്മാരാണ്. ഓരോ പൗരനും അവരവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് ബാധ്യത ആർക്കാണ്? നമ്മൾ തിരഞ്ഞെടുത്ത ഭരണകൂടത്തിനും നമ്മൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കുമാണ്. അതവരുടെ കർത്തവ്യമാണ്, അല്ലാതെ ഔദാര്യമല്ല. ഇതൊരു ജനാധിപത്യ രാജ്യമാണ് അല്ലേ? ജനാധിപത്യ രാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ജനങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് നടത്തുന്ന ഭരണമാണ് ജനാധിപത്യ രാജ്യം. അതവർ ചെയ്തു തരണം. നമ്മളെ സംരക്ഷിക്കേണ്ട ബാധ്യത അവർക്കാണ്. അത് അവരുടെ ഔദാര്യമല്ല, അവരുടെ കർത്തവ്യമാണ്. നമ്മളോട് വോട്ട് ചോദിച്ചു എന്ന് രാഷ്ട്രീയ പാർട്ടികളോട് ചോദിക്കണം, എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ക്രമസമാധാനം നടക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല? ചോദിക്കണം. നമ്മൾ ആരുടെയും അടിമയാവരുത്. നമ്മളൊരു രാഷ്ട്രീയ പാർട്ടി സപ്പോർട്ടും ചെയ്യുന്നില്ല, ഒരാൾക്കെതിരെയും പറയുന്നില്ല. പക്ഷേ നമ്മൾ ആരുടെ അടിമയാവരുത്. നമ്മൾ മാരണ സമയം അതിക്രമിച്ചു കഴിഞ്ഞു.
നല്ലവർക്ക് നമുക്ക് വോട്ട് ചെയ്യാം. നമ്മളെ സംരക്ഷിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് നമുക്ക് വോട്ട് ചെയ്യാം. കൊടിയുടെ നിറവും ഇത് നോക്കാതെ. അല്ലെങ്കിൽ അവർ മാറട്ടെ.